പ്ലീസ് ലോഡ്. ഇന്നത്തെ സെഷനിൽ ഡിക്കൻ പറഞ്ഞപ്പോൾ കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഓക്കെ കിടന്നിരുന്ന കിടക്കെടുത്ത് നടക്കുക, പക്ഷെ അതിനേക്കാൾ ഉപരി അത് ശരിക്കും നമ്മൾ കാണുന്ന ഒരു ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ആൾ എത്ര നാളും കിടന്നിരുന്നു ആ കിടക്കെടുത്തുകൊണ്ട് പോവുക. പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട്, പ്രത്യേകിച്ച് അന്ന് സാപത്തായതുകൊണ്ട് കിടക്ക ചുമക്കൽ നിഷിദ്ധമാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈശോ അത് പറയുമ്പം മറ്റുള്ളവർ നോക്കുമ്പോൾ അതൊരു പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യുന്നു, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അത് ചെയ്യുന്നു. അപ്പോൾ അത് അങ്ങനെ നടക്കാൻ പറഞ്ഞത് സൗഖ്യം കൊടുത്ത കർത്താവാണ്. അപ്പോൾ ഇന്ന് ഡീക്കനത് പറഞ്ഞപ്പോൾ അത് കർത്താവിന് സാക്ഷ്യമായിട്ട് നമ്മൾ നിൽക്കാനാണ് എന്നുള്ളത് ഒരു വലിയൊരു വെളിച്ചം തന്നെയാണ് അവിടെ വന്നത്. തീർച്ചയായിട്ടും നമ്മൾ സൗഖ്യപ്പെടുത്തുമ്പോൾ നമ്മൾ കർത്താവിന് സാക്ഷ്യമായിട്ട് തന്നെ നിൽക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ കർത്താവാണ് എന്നെ സൗഖ്യപ്പെടുത്തിയത് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഒരു കാര്യമാണ് അവിടെ എന്ന് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. May God bless you abundantly.